എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ജനുവരി 24 എൻ്റെ തത്തുൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ കേക്ക് ഓർഡർ 2 ദിവസം മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് സ്പൈഡർമാനെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീമുള്ളൊരു കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മതിലകത്ത് വ്യൂ എന്ന് പറയുന്നൊരു കടയിൽ നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിച്ചത്. അവർ നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്തു തന്നു. കേക്ക് കൊണ്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും അനിയന്മാരെല്ലാവരും കൂടെ ഡെക്കറേഷനും മറ്റു കലാപരിപാടികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കേക്ക് മുറിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും വേണമല്ലോ. അത്യാവശ്യം ഒരു ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ട് നൈബേഴ്സ് 2 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ തന്നെയായിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ നിന്നും അമ്മയുടെ വീട്ടിൽ നിന്നും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും പപ്പയും അനീത്തിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കര ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ച് അത് ഊതിക്കെടുത്തി പിന്നെ കേക്ക് മുറിക്കുന്നതിനോടും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാനൊരു നിലവിളക്കാണ് കത്തിച്ച് വെച്ചത്. അതിന് ശേഷമാണ് കേക്ക് മുറിക്കലും എല്ലാം കഴിഞ്ഞത്. പിന്നെ ഫസ്റ്റ് എനിക്ക് തരുന്നതായിരുന്നു കേട്ടോ അവൻ ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തോ ചേട്ടൻ ഇങ്ങനെ വീഡിയോ കോളിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ അവൻ എനിക്ക് തന്നെ തന്നു. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുത്തു, അവനും വെച്ച് കൊടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷങ്ങളൊക്കെ നടന്നു. പിന്നെ പപ്പയ്ക്ക് കൊടുത്തു. പപ്പയാണെങ്കിൽ കൊല്ലത്തുനിന്ന് വന്നതാണ്, കരുനാഗപ്പള്ളിയിലാണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്നാണ് അവർ വന്നത്. അവർ രാവിലെ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നൊരു 8-9 മണിയോടുകൂടി അവർ വീട്ടിലെത്തി. അവൻ്റെ 4th ബർത്ത്ഡേ ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം മൺഡേ ആണ് ഇത് ബർത്ത്ഡേ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു സ്കൂളിലേക്ക് ഒരു കേക്ക് കൊടുത്തു വിടാം, അവിടെ മതി എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു. ചേട്ടൻ്റെ വക ഒരു സ്പൈഡർമാൻ്റെ ഒരു കാറൊക്കെ ആയിരുന്നു, റിമോട്ട് കൺട്രോൾ കാറൊക്കെ ആയിരുന്നു. ഞാൻ നമ്മുടെ ടോക്കിംഗ് കാക്ടസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ അതൊക്കെ അവനപ്പം തന്നെ പൊട്ടിച്ച് ചറവറയാക്കി. പിന്നെ ഞാനും അബിയും കൂടെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും അവനെ കൊണ്ട് സെർവ് ചെയ്യിപ്പിച്ചു. പിന്നെ ബീനാൻറ്റി ലഡ്ഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളെല്ലാവർക്കും കൂടെ സെർവ് ചെയ്ത് കൊടുത്തു. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ ഇതൊക്കെ. ഇതെൻ്റെ മേമമാരും എൻ്റെ ആൻറ്റിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ റൂമിനകത്തിരുന്ന് കുറച്ച് കത്തിയൊക്കെ വെച്ചു. അവനവിടെ ഈ മറ്റേ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്ന തിരക്കില്ലായിരുന്നു. അത് പൊട്ടിച്ചൊരു ചെറവറയാക്കാണ്ട് അവനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ കാറെടുത്തൊരു 10 വട്ടം ഓടിച്ചു. കാക്ടസ് എന്തോ ഞങ്ങൾ പറഞ്ഞിട്ട് അത് തിരിച്ച് വേറെ പാട്ടൊക്കെയാണ് പാടുന്നത്. ഞങ്ങൾ കഥ എന്ന് പറയുമ്പോൾ അത് ഉദാന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ അതിന് എല്ലാത്തിനും കൂടെയുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതാണ് വാസ്തവം. അവന് സ്പൈഡർമാൻ എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ കാറും ഈവൻ സ്കൂളിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വരെ എല്ലാം സ്പൈഡർമാൻ്റെയാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം കുട്ടികളും സ്പൈഡർമാൻ അഡിക്റ്റാന്ന് തോന്നുന്നു. ഈവൻ കേക്ക് വരെ. കഴിഞ്ഞ പ്രാവശ്യം ഞാനങ്ങനെ സ്പൈഡർമാൻ്റെ കേക്കൊന്നും പ്രൊമോട്ട് ചെയ്യില്ല. റെഡ് കളറല്ലേ, അതിനകത്ത് കളറായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പ്രത്യേകിച്ചും സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന അത്ര നല്ലതല്ല. അത്ര അങ്ങോട്ട് ഒരു ഇൻസ്പിറേഷൻ സ്പൈഡർമാന് വേണ്ടി കൊടുക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. അപ്പം എന്നാലും പിന്നെ ശരി, ഓക്കെ, അവൻ്റെ ഡേ ആണല്ലോ. അപ്പം ശരി, ഓക്കെ, അവൻ്റെ ഇഷ്ടത്തിനുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്തു. ഈ ടോക്കിംഗ് ആക്ടേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. ഞാൻ പിന്നെ നോക്കാനും നിന്നില്ല, കാരണം അത്ര തിരക്കായിരുന്നു. അപ്പം കുറച്ച് നേരമൊക്കെ എടുത്തൊക്കെ നോക്കി. പിന്നെ അവനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉണ്ണി ഉണ്ടല്ലോ, ഞാൻ അതിനൊന്ന് പേടിപ്പിക്കണം എന്നും കൂടെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ നടന്നില്ല. അതൊന്ന് ജസ്റ്റ് നോക്കണം. പിന്നെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ റൂമിനകത്ത് കയറി കുറച്ച് മൊണാൾട്ട് അടിച്ചിരുന്നു. കണ്ണനും ആദിയും ആഷിക്കും അബി എല്ലാവരും ഉണ്ടായിരുന്നു. സിനിയാൻറ്റി ഉണ്ടായിരുന്നു, സീമേമ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ വരുമോ എന്നൊക്കെ ചോദിച്ചു. ഇളയച്ചനൊക്കെ ഇരുന്ന് വർത്താനം പറയുകയാണ്. അപൂർവമാണ് ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടൽ. ആദ്യമൊക്കെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കൂടുമായിരുന്നു. ഇപ്പം എല്ലാവരും തിരക്കിലായിപ്പോയി. പണ്ടെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന ടൈമായിരുന്നു. പിന്നെ ഫുഡിൻ്റെയൊക്കെ ടൈമായപ്പോൾ ഒരു 12:30-12:45 ഫുഡൊക്കെ വന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തു. കുട്ടികൾ ആദ്യം ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫാമിലി മെമ്പേഴ്സൊക്കെ ഇരുന്നു. ഇത് എൻ്റെ മാമന്മാരാണ്. അവരിങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു അച്ഛൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ അവർ വന്നു. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. എല്ലാവർക്കും ഫോണുണ്ട്. എല്ലാവരും അവരവരുടെ ഫോണിലായി. പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാനില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.